വയനാട് 21 കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് ജില്ലയിലെത്തും. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരും. രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. സമാന രോഗലക്ഷണങ്ങളുള്ള 4 കുട്ടികൾ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വയനാട് കോളയാടി മാർ ബസേലിയോസ് സ്കൂളിലെ 300ഓളം വിദ്യാർത്ഥികൾ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. എന്തായാലും വയനാട്ടിലും വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് ഷിഗല്ല രോഗം. 21 കുട്ടികൾക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ വലിയ രീതിയിൽ നടത്തുന്നുണ്ട് ഈ ആരോഗ്യ പ്രവർത്തകരൊക്കെ തന്നെ. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായി ഇന്ന് ജില്ലയിലെത്തുകയാണ്. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗമൊക്കെ ചേരും. ഈ ഒരു ഷിഗല്ല രോഗത്തിനെ ചെറുക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നൊക്കെ ഈ ഒരു യോഗത്തിന് ശേഷമായിരിക്കും അറിയുക. പിന്നീട് അതുപോലെ തന്നെ രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ ആരോഗ്യനിലയും തൃപ്തികരമാണ്. അധികം ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ മന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും സമാന രോഗലക്ഷണങ്ങളുള്ള 4 കുട്ടികൾ ഇപ്പോഴും നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വയനാട് കോളയാടി മാർ ബസേലിയോസ് സ്കൂളിലെ 300ഓളം വിദ്യാർത്ഥികൾ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അതിൽ ഭൂരിഭാഗം പേർക്കും പനിയും ഛർദിലും ഒക്കെ ആയിരുന്നു പ്രധാനമായും കണ്ടത്. അതുകൊണ്ട് തന്നെ മലിനജലം ഉപയോഗിക്കുന്നതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണമെന്നാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന പ്രധാന നിർദ്ദേശം തന്നെ. എന്തായാലും ആരോഗ്യമന്ത്രി ഇന്ന് വയനാട്ടിലെത്തുകയാണ്. ഉന്നതതല യോഗം ചേരും. ഈ ഒരു യോഗത്തിന് ശേഷമായിരിക്കും കൂടുതൽ നടപടികളൊക്കെ എന്തൊക്കെയാണെന്നതിലൊക്കെ ഒരു വ്യക്തതയുണ്ടാവുകയുള്ളൂ. നടൻ ടിനി ടോം തനിക്കെതിരെ വർഗീയ പരാമർശങ്ങൾ അടക്കം നടത്തിയെന്ന പരാതിയിൽ നടി അൻസിബ ഹസന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. കടവന്ത്ര പോലീസാണ് മൊഴി രേഖപ്പെടുത്തുക. ടിനി ടോം തനിക്കെതിരെ സൈബർ അധിക്ഷേപവും വർഗീയ പരാമർശങ്ങളും നടത്തിയെന്നും കുടുംബത്തെ അടക്കം അധിക്ഷേപിച്ചുവെന്നും കാട്ടി അൻസിബ ആദ്യം ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരുന്നത്. എന്നാൽ സംഭവം നടന്ന സ്ഥലം കടവന്ത്ര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്നതായതിനാൽ ഇൻഫോ പാർക്ക് പോലീസ് ഈ പരാതി തുടർ നടപടികൾക്കായി കടവന്ത്ര പോലീസിന് കൈമാറുകയായിരുന്നു. പരാതി പരിശോധിച്ച കടവന്ത്ര പോലീസ് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായാണ് പരാതിക്കാരിയായ അൻസിബയെ മൊഴിയെടുക്കാനായി വിളിപ്പിച്ചിരിക്കുന്നത്. അൻസിബയുടെ മൊഴി വിശദമായ കേട്ട ശേഷമായിരിക്കും കേസിൽ FIR രജിസ്റ്റർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള അടുത്ത ഘട്ട നടപടികളിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും അൻസിബ ഹസന്റെ മൊഴി ഇന്നാണ് രേഖപ്പെടുത്തുന്നത്. നടൻ ടിനി ടോം തനിക്കെതിരെ വർഗീയ പരാമർശങ്ങൾ അടക്കം നടത്തി എന്നൊരു പരാതിയായിരുന്നു നടി അൻസിബ ഹസൻ നൽകിയത്. എന്തായാലും ഈ ഒരു പരാതിന്മേലാണ് ഇന്ന് മൊഴി രേഖപ്പെടുത്തുന്നത്. കടവന്ത്ര പോലീസാണ് രേഖപ്പെടുത്തുക. ടിനി ടോം തനിക്കെതിരെ സൈബർ അധിക്ഷേപവും വർഗീയ പരാമർശങ്ങളും നടത്തിയെന്നായിരുന്നു അൻസിബ നൽകിയിരുന്ന ഒരു പരാതി. കുടുംബത്തെ അടക്കം ആക്ഷേപിച്ചു എന്നുമൊക്കെ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതേ തുടർന്ന് ആദ്യം ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലായിരുന്നു പരാതി നൽകിയത്. പക്ഷേ ഇത് കടവന്ത്ര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പരാതി കടവന്ത്ര പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾക്കായി കടവന്ത്ര പോലീസിന് കൈമാറിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അൻസിബ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. പരാതിയൊക്കെ പരിശോധിച്ച ശേഷം പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായാണ് പരാതിക്കാരിയെ അൻസിബയെ മൊഴിയെടുക്കാനായി പോലീസ് വിളിപ്പിച്ചിട്ടുള്ളത്. അൻസിബയുടെ മൊഴി വിശദമായ കേട്ട ശേഷമായിരിക്കും കേസിൽ FIR ഉൾപ്പെടെയുള്ളതൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന അടുത്ത നടപടികളിലേക്കൊക്കെ പോലീസ് കടക്കുക. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട മാരിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. മകനെ സ്കൂളിൽ വിടാൻ പോയ മാരി ഇന്നലെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പരിക്കേറ്റ മകൻ ദക്ഷൻ കോട്ടയത്ത് കുട്ടികളുടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാരിയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകുമെന്നും കുട്ടികളുടെ പഠന ചെലവ് ഏറ്റെടുക്കുമെന്നും വനം വകുപ്പ് ഇന്നലെ ഉറപ്പു നൽകിയിരുന്നു. മരണത്തിന് പിന്നാലെ വനം വകുപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും കുടുംബവും രംഗത്തെത്തിയിരുന്നു. ശാശ്വത പരിഹാരമില്ലാതെ മൃതദേഹം ഏറ്റെടുക്കില്ല എന്നായിരുന്നു അവരുടെ നിലപാട്. തുടർന്ന് DFO നടത്തിയ ചർച്ചയിൽ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകാമെന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് പ്രതിഷേധക്കാർ വഴങ്ങിയത്.